Now we shall discuss about nuclear reactor. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറിൽ ന്യൂക്ലിയർ ഫിഷൻ 3 രീതിയിലും നടക്കാം. അതായത് U-235 ഒരു ന്യൂട്രോൺ ബോംബാർഡ് ചെയ്ത് 3 ന്യൂട്രോൺ റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കാം, അല്ലെങ്കിൽ 4 ന്യൂട്രോൺ, അല്ലെങ്കിൽ 2 ന്യൂട്രോൺ. അപ്പോൾ നമുക്ക് പറയാം ഓൺ ആൻ ആവറേജ് ഈ 3 എണ്ണത്തിലെ ഏത് വിധത്തിൽ വേണമെങ്കിലും ഫിഷൻ നടക്കാം ന്യൂക്ലിയർ റിയാക്ടറിൽ. അപ്പോൾ ആവറേജ് ആയിട്ട് ഒരു 2.5 ന്യൂട്രോൺസ് ഒരു ഫിഷനിൽ റിലീസ്ഡ് ആവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ന്യൂട്രോൺ U-235 ആയിട്ട് ബോംബാർഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 ന്യൂട്രോൺസ് ഉണ്ടാവുന്നു. അപ്പോൾ ഇതിലെ ഇപ്പോൾ ഒരു 2.5 എന്നുള്ള ആവറേജ് വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം വേറെ 2 യുറേനിയം ന്യൂക്ലിയയിൽ ഫിഷൻ ഉണ്ടാവും അല്ലേ. ഈ ഒരു ന്യൂട്രോൺ ബോംബാർഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ 2 എണ്ണത്തിൽ ഫിഷൻ ഉണ്ടാവും. ഇനി ആ 2 എണ്ണം വേറെ 2 യുറേനിയം ന്യൂക്ലിയയുമായിട്ട് ബോംബാർഡ് ചെയ്താൽ ഇറ്റ് വിൽ കോസ് ദ റിലീസ് ഓഫ് 4 more ന്യൂട്രോൺസ്. അപ്പോൾ ഒരു ന്യൂട്രോൺ ബോംബാർഡ്സ് വിത്ത് 1 U-235, അതിൽ നിന്ന് 2 ന്യൂട്രോൺസ് റിലീസ്ഡ് ആവുന്നു. ഇനി ഈ 2 ന്യൂട്രോൺ വേറെ 2 യുറേനിയം ആറ്റമായിട്ട് ബോംബാർഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഒരു ബോംബാർഡിങ് നടക്കുമ്പോൾ 2 എണ്ണമാണ് റിലീസ്ഡ് ആവുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ പിന്നത്തെ ജനറേഷനിൽ 4 എണ്ണം റിലീസ്ഡായി. ഇനി ഈ 4 എണ്ണവും വേറെ യുറേനിയം ന്യൂക്ലിയ ആയിട്ട് ഫിഷൻ അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓരോന്നിൽ നിന്നും 2 എണ്ണം ഉണ്ടാവും അല്ലേ. അതായത് എത്ര എണ്ണം ഉണ്ടാവും? 8 എണ്ണം ഉണ്ടാവും ഈ ജനറേഷനിൽ. അങ്ങനെ ദ റിയാക്ഷൻ വിൽ ബിക്കം അൺകൺട്രോൾഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അൺകൺട്രോൾഡ് റിയാക്ഷൻ, the possibility of such a chain reaction was suggested by Enrico Fermi. അപ്പോൾ ഒരു അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ഈ രീതിയിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എൻറിക്കോ ഫെർമി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ നടക്കുന്ന പ്രോസസ്സ് ഒരു അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷനാണ്, അൺകൺട്രോൾഡ് ഫിഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. ഇനി നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ കൺട്രോൾ ചെയ്യുകയാണ്. വി ആർ സ്ലോയിങ് ഡൗൺ ദ ഫാസ്റ്റ് ന്യൂട്രോൺസ് വിച്ച് ആർ റിലീസ്ഡ്. ഈ ന്യൂട്രോൺസ് ഒരുപാട് ഫാസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ആ ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്ന് അത് എസ്കേപ്പ് ചെയ്ത് അതിന് ഫിഷൻ നടത്താൻ സാധിക്കാതെ ആവും. മറ്റ് യുറേനിയം ന്യൂക്ലിയയിൽ ഫിഷൻ നടത്താൻ സാധിക്കാതെ ആവും. അപ്പോൾ അതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ മോഡറേറ്റേഴ്സ് എന്ന് പറയുന്നത്. മോഡറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു സ്ലോ ഡൗൺ ഫാസ്റ്റ് ന്യൂട്രോൺസ്. ഈ ഫാസ്റ്റ് ന്യൂട്രോൺസ് ഫിഷൻ നടത്താതെ ഈ സെറ്റപ്പിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ സ്ലോ ഡൗൺ ചെയ്യാൻ നമ്മൾ മോഡറേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. മോഡറേറ്റേഴ്സായിട്ട് വി ക്യാൻ യൂസ് ഹെവി വാട്ടർ, D2O, ഹെവി വാട്ടർ യൂസ് ചെയ്യാം. അതേപോലെ മറ്റൊരു മോഡറേറ്ററാണ് ഗ്രാഫൈറ്റ്. അപ്പോൾ കോമൺലി യൂസ്ഡ് മോഡറേറ്റേഴ്സ് എന്ന് പറയുന്നത് വാട്ടർ, ഹെവി വാട്ടർ ആൻഡ് ഗ്രാഫൈറ്റ് ആണ്. ദെൻ ഈ ന്യൂക്ലിയർ റിയാക്ഷൻ അൺകൺട്രോൾഡായി പോയി കഴിഞ്ഞാൽ നമുക്ക് it will become explosive and it will lead to a huge disaster. റഷ്യയിലുണ്ടായ ചെർണോബിൽ ആണവ ദുരന്തം അതിനൊരു എക്സാമ്പിളാണ്. അതായത് ദ റിയാക്ഷൻ ബിക്കംസ് അൺകൺട്രോൾഡ്. ഓരോ ജനറേഷനിലും പ്രിസീഡിങ് ജനറേഷനേക്കാൾ, ഇതിന് മുമ്പിലത്തെ ജനറേഷനേക്കാൾ എത്ര യുറേനിയം ന്യൂക്ലിയൈ ഫിഷൻ അണ്ടർഗോ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ജനറേഷനിൽ ഇവിടെ 8 യുറേനിയം ന്യൂക്ലിയൈ, 8 ന്യൂട്രോൺസ് ലിബറേറ്റഡ് ആവും. 8 എണ്ണം 8 ന്യൂക്ലിയൈന് ഫിഷൻ അണ്ടർഗോ ചെയ്യും. ഇവിടെ 4 ആണ് അല്ലേ. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 4, നമ്പർ ഓഫ് ന്യൂക്ലിയൈ അണ്ടർഗോയിങ് ഫിഷൻ ഇൻ 1 generation to the number of nuclei undergoing fission in the preceding generation. This is called multiplication factor. This is called multiplication factor. ആ multiplication factor K, if it is equal to 1, then the reaction is controlled. If K is greater than 1,
കെ ഗ്രേറ്റർ ദാൻ 1 ആയിക്കഴിഞ്ഞാൽ ദ റിയാക്ഷൻ വിൽ ബിക്കം അൺകൺട്രോൾഡ് ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു ആൻ എക്സ്പ്ലോഷൻ. കെ ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ പറയും ആ റിയാക്ടർ ക്രിട്ടിക്കലാണ്. അപ്പോൾ അതിൽ നിന്ന് സ്റ്റഡി പവർ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കെ ഈക്വൽ ടു 1 പറയുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, ഒരു ജനറേഷനിലുള്ള നമ്പർ ഓഫ് യുറേനിയം ന്യൂക്ലിയയും തൊട്ട് മുമ്പിലുള്ള നമ്പർ ഓഫ് യുറേനിയം ന്യൂക്ലിയ അണ്ടർ ഗോയിങ് ഫിഷൻ രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം കെ ഈക്വൽ ടു 1 ആൻഡ് ദ ഓപ്പറേഷൻ ഓഫ് ദ റിയാക്ടർ ഈസ് ക്രിട്ടിക്കൽ and we will be able to generate steady power. If K becomes greater than 1, the reaction rate will be increasing exponentially and the reaction K greater than 1 ആയി കഴിഞ്ഞാൽ the reactor will become super critical and it will even explode. ഒരു എക്സ്പ്ലോഷനുള്ള സാധ്യതയുണ്ട് സൂപ്പർ ക്രിട്ടിക്കൽ ആയിക്കഴിഞ്ഞാൽ. അതാണ് എക്സ്പ്ലോഷൻ ഓഫ് ദ ചെർണോബിൽ റിയാക്ടർ ഇൻ ഉക്രൈൻ ഇൻ 1986 ഈ ചെർണോബിൽ ദുരന്തം ഉണ്ടായത്. അപ്പോൾ ആക്സിഡൻസിനെ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത് അത് വളരെ ട്രാജിക് ആയിരിക്കും, കാറ്റാസ്ട്രോഫിക് ആണ്. അതിൻ്റെ ഭവിഷ്യത്തുകൾ പിന്നീടുള്ള ജനറേഷൻസ് പോലും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യാം എന്ന് ചോദിച്ചാൽ, ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ഫോർ എക്സാമ്പിൾ കാഡ്മിയം, neutron absorbing materials like cadmium are used and this is called control rod. Control rod an example cadmium rod ആണ്. Control rods are used to absorb the neutrons released. പിന്നെ കൺട്രോൾ റോഡ്സ് കൂടാതെ സേഫ്റ്റി റോഡ്സ് ഉണ്ട്. സേഫ്റ്റി റോഡ് നമുക്ക് ആ റിയാക്ടറിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യും സേഫ്റ്റി റോഡ്സ്. And K can be, the multiplication factor K can be very quickly reduced to less than 1. അപ്പോൾ ഇതിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, മോഡറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ സബ്സ്റ്റൻസസ് യൂസ്ഡ് ടു സ്ലോ ഡൗൺ ദ ഫാസ്റ്റ് ന്യൂട്രോൺസ്. മോഡറേറ്ററിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഗ്രാഫൈറ്റ്, ഹെവി വാട്ടർ ആൻഡ് വാട്ടർ. നമ്മളുടെ അപ്സര റിയാക്ടർ, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിലുള്ള അപ്സര റിയാക്ടർ വാട്ടറാണ് ഉപയോഗിക്കുന്നത് മോഡറേറ്ററായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഫിഷൻ ഇൻ 1 ജനറേഷൻ ടു ദ നമ്പർ ഓഫ് യുറേനിയം ന്യൂക്ലിയ അണ്ടർ ഗോയിങ് ഫിഷൻ ഇൻ ദ പ്രിസീഡിങ് ജനറേഷൻ. അപ്പോൾ കെ ഈക്വൽ ടു 1 ആണെങ്കിൽ റിയാക്ടർ ക്രിട്ടിക്കലാണ്, സ്റ്റഡി പവർ ഓപ്പറേഷനാണ്. കെ ഗ്രേറ്റർ ദാൻ 1 ആയാൽ അത് സൂപ്പർ ക്രിട്ടിക്കൽ ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു എക്സ്പ്ലോഷൻ. അപ്പോൾ അങ്ങനെ എക്സ്പ്ലോഷൻ നടക്കാൻ ഇടയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കൺട്രോൾ റോഡ്സ് മെയ്ഡ് ഓഫ് കാഡ്മിയം ആർ യൂസ്ഡ് ടു അബ്സോർബ് ദ ന്യൂട്രോൺസ്. അതേപോലെ സേഫ്റ്റി റോഡ്സ് ആർ ഇൻസേർട്ടഡ് വിച്ച് വിൽ ഹെൽപ്പ് ടു ബ്രിങ് ഡൗൺ ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ടു ലെസ് ദാൻ 1. ഇനി നമ്മൾ സാധാരണ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ട് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ളത് U-238 ആണ്. പക്ഷെ നമുക്ക് ഇത് ഫിഷനബിൾ അല്ല. ഏതാണ് ഫിഷനബിൾ ആയിട്ടുള്ളത്? U-235 ആണ് ഫിഷനബിൾ. അപ്പോൾ U-235നെ എങ്ങനെ നമുക്ക് U-238 which is naturally available is not fissionable. How can we convert it into fissionable material? അപ്പോൾ അതാണ് U-238നെ ഒരു ന്യൂട്രോണുമായി ബൊമ്പാർഡ് ചെയ്യുന്നു. അപ്പോൾ U-239 ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് അവർ എഴുതിയിരിക്കുകയെന്ന്, അത് എന്തായിട്ട് ഡീകേ ചെയ്യുന്നു? നെപ്റ്റ്യൂണിയം ആൻഡ് ഇലക്ട്രോൺ ആൻഡ് ആൻറ്റി ന്യൂട്രിനോ. ആൻറ്റി ന്യൂട്രിനോ പറയുന്നത് ഒരു എലമെൻ്ററി പാർട്ടിക്കിൾ വിച്ച് ഇസ് മാസ്ലെസ്. ഇനി നെപ്റ്റ്യൂണിയം വീണ്ടും ഡീകേ ചെയ്യുന്നു, ഒരു ഇലക്ട്രോണും ആൻറ്റി ന്യൂട്രിനോവും. ഇത് ബീറ്റ ഡീകേ ആണ്. ഇലക്ട്രോൺ ആണ് എമിറ്റഡ് ആകുന്നത്, അതിൻ്റെ കൂടെ ആൻറ്റി ന്യൂട്രിനോവും വരുന്നു. അതിനെയാണ് നമ്മൾ ബീറ്റ ഡീകേ എന്ന് പറയുന്നത്. Neptunium is converted into plutonium-239. Plutonium is fissionable. അപ്പോൾ നാച്ചുറലി ഒക്കറിങ് അബണ്ടൻ്റ് ആയിട്ടുള്ള U-238 ഫിഷനബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ ന്യൂട്രോണുമായി ബൊമ്പാർഡ് ചെയ്ത് plutonium-239 വിച്ച് ഇസ് ഫിഷനബിൾ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഒരു ഡയഗ്രാം നോക്കാം. ഇതിൽ കോറിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഫിഷനബിൾ മെറ്റീരിയൽ ആണ്
കോറിലുള്ളത് U-235 അല്ലെങ്കിൽ പ്ലൂട്ടോണിയം 239 തുടങ്ങിയ ഫിഷനബിൾ ഫ്യൂവലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ കൺട്രോൾ റോഡ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വന്നാൽ അത് ഇൻസേർട്ട് ചെയ്യപ്പെടും. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കൂടിക്കഴിഞ്ഞാൽ ഇതിനെ ഇൻസേർട്ട് ചെയ്ത് ന്യൂട്രോൺസ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്നുണ്ടാവുന്ന ഹീറ്റ് ജനറേറ്റഡ്, ആ ഹീറ്റിന് ഒരു കൂളൻ്റ് ക്യാരീസ് അവേ ദ ഹീറ്റ് ഫ്രം ദി കോറിൽ ജനറേറ്റഡ് ആവുന്ന ഹീറ്റ് ഈസ് ക്യാരിഡ് അവേ ബൈ എ കൂളൻ്റ്. ആ കൂളൻ്റ് സാധാരണ വെള്ളമാണ് കൂളൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളം ഇവിടെ ആവിയാവുന്നു. ആ ആവി ടർബൈൻ തിരിക്കാൻ ഉപയോഗിക്കുന്നു. ആൻഡ് ഈ ടർബൈൻ എന്ന് പറയുന്നത് ഒരു ആർമേച്ചർ കോയിലാണ്. അത് മാഗ്നറ്റിക് ഫീൽഡിലാണ് ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ആവും. അങ്ങനെയാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ ജനറേറ്റഡ് ആവുന്ന ഹീറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സ്റ്റീം ആൻഡ് സ്റ്റീം റൊട്ടേറ്റ്സ് ദ ടർബൈൻ. ഓക്കെ, ദ കോർ ഈസ് സറൗണ്ടഡ് ബൈ എ റിഫ്ലക്റ്റർ ടു റെഡ്യൂസ് ലീക്കേജ്. ന്യൂട്രോൺസിൻ്റെ ലീക്കേജ് പുറത്തേക്ക് പോവാതെ തടയുന്നത് റിഫ്ലക്ടറാണ്. എനർജി റിലീസ്ഡ് ഇൻ ഫിഷൻ ഈസ് കണ്ടിന്യൂസ്ലി റിമൂവ്ഡ് ബൈ യൂസിങ് എ കൂളൻറ്റ്. The coolant transfers heat to a working fluid which produces steam, and steam drives turbines and generates electricity. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറിൽ ഉണ്ടാവുന്ന വേസ്റ്റ് നമുക്കത് മാനേജ് ചെയ്യാൻ പ്രയാസമാണ്. കാരണം റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ ന്യൂക്ലിയർ വേസ്റ്റ് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും.